വെൽക്കം ടു Nawraskitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. ഇത് നത്തോലി മീൻ വെച്ചിട്ടാണ്. നത്തോലിയുടെ കൂടെ മുരിങ്ങക്കായും അതുപോലെ തന്നെ പച്ച മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൺചട്ടി നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉലുവ ചേർത്തിട്ട് ചട്ടി എണ്ണയിലായിരിക്കുന്ന സമയത്ത് ഓവർ ഫ്ലെയിമിൽ വെക്കരുത്. മൺചട്ടി അത് ഓവർ ചൂടായി കഴിഞ്ഞാൽ അതും കേടാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്, ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയെ നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പച്ചമുളക് പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്ത ഒരു പേസ്റ്റ്. ആ പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. സാധാരണ ചതച്ചെടുത്താലും മതി. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചൊവ മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായ, ഉള്ളിയുടെ കൂട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ്. ഞാനിതൊരു മീഡിയം സൈസിലുള്ള ഒരു പച്ചമാങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. അത് അല്ലാതെ ചെറുതാക്കി അരിഞ്ഞിട്ടൊന്നുമില്ല, ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മളിതിലേക്ക് ചേർക്കുന്ന പുളിക്ക് പകരം ചേർക്കുന്നത് ഈ മാങ്ങയാണ്. പുളി ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഞാനിതിലൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി തന്നെ ഇതുപോലെ അരിഞ്ഞെടുത്തത്, ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇത് രണ്ടുമാണ് ഈ മീൻ കറിയിലെ പുളിയായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ പുളി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ തക്കാളിയിലുള്ള ആ വെള്ളം തന്നെ വന്നിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടി യൂസ് ചെയ്താൽ കറിക്കൊന്നും കൂടി കളറ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുളക് പൊടിയുടെ അളവ് അതനുസരിച്ച് കുറക്കുക. നാടൻ മുളക് പൊടിയുടെ അളവ് കുറക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ഇളക്കണം. അതോടൊപ്പം തന്നെ ഒരു 1/4 ഭാഗം മല്ലിപ്പൊടി, ഇത് ഏറിപ്പോവരുത്, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. ഇനി നമുക്ക് ഈ കൂട്ടിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇതിലിങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. മാങ്ങയും ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളത്തോളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി മാങ്ങയും തക്കാളിയും ഒക്കെ ഒന്നും കൂടെ ആ വെള്ളത്തിൽ കിടന്ന് നല്ല തിളച്ചിട്ട് മസാലയൊക്കെ ഒന്ന് റെഡിയായി വരികയാണ് ചെയ്യേണ്ടത്. പാകത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ കറിയുടെ ആവശ്യം അതനുസരിച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ മീൻ ഇട്ട ശേഷം ഉപ്പ് ചേർക്കരുത്. മീൻ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ മീനിലേക്കും അതുപോലെ തന്നെ മുരിങ്ങാക്കായിലേക്കൊക്കെ ഉള്ള ഉപ്പ് ഇതിൽ ചേർത്ത് റെഡിയാക്കണം. ഇനി നമുക്കിത് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അടപ്പ് തുറന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഒന്നും കൂടി ടേസ്റ്റ് നോക്കുക, എരിവ് വേണോ എന്നുള്ളതൊക്കെ നോക്കുക. പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച മാങ്ങ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ച് പുളി ചേർക്കുന്നത് നല്ലതാവും, കാരണം മീൻ കറിയിൽ പുളി വേണം. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് മുരിങ്ങാക്കായാണ് ചേർത്തിട്ടുള്ളത്. ഒരു വലിയ മുരിങ്ങാക്കായനെ ഇതുപോലെ മുറിച്ചെടുത്തതാണ്. ഇതിലിപ്പോൾ നമ്മൾ മുരിങ്ങാക്കായ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ചേർക്കാൻ പോകുന്ന വത്തളി മീനിൻ്റെയും അതുപോലെ തന്നെ മാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആ മുരിങ്ങാക്കായയിലേക്ക് എത്തിയിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് ഒരു 2-3 തൊള്ള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വത്തളി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുരിങ്ങാക്കായ ഒരു ഹാഫ് കുക്കിൻ്റെ അടുത്തായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വത്തളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ വത്തളാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മീൻ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഇട്ട് കുത്തി ഇളക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ അതിലേക്കൊന്ന് കറിയിലൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നിളക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, അതിലധികം വേണ്ട, 5 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മളെ വെത്തൽ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബാക്കി ഇതിന് വേവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മൺചട്ടിയാണ്, ആ ചൂടിലിരുന്നിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെത്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.